ചെരങ്ങ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ചെരങ്ങ മിൽക്ക് ഷേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അടിപൊളി സംഭവം. പച്ചക്ക് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പറഞ്ഞു തന്നിട്ടിങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ എന്താ, ചെരങ്ങ മിൽക്ക് ഷേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. നമുക്ക് വേഗം പോയിട്ട് ചെരങ്ങ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. ചിലവർക്ക് ചെരങ്ങ എന്താണെന്ന് അറിയാം, ചിലവർക്ക് അറിയില്ല. എനിക്കറിയില്ലായിരുന്നു, പിന്നെ മനസ്സിലായി. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ചെരങ്ങ ഇതെന്താണെന്ന് മനസ്സിലായി. ചെരങ്ങ ഉണ്ടല്ലോ, അങ്ങനെ തോലിങ്ങനെ കളഞ്ഞിട്ട് പീസായി പുഴുങ്ങിയെടുത്തേക്കണതാണ് ഇത് കാണുന്നത്. ഡേറ്റ്സ്, നാടൻ ഡേറ്റ്സാണ്. ഇവിടെ ഡേറ്റ്സിൻ്റെ മരമുണ്ട്, അവിടെ നിന്ന് പറിച്ചെടുത്ത് വിൽക്കണതാണ്. അത് നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം കാണാനില്ല എന്ന് അറിഞ്ഞിട്ട് കുറേ നേരമായി. അപ്പോൾ വെള്ളം നിറച്ചിട്ട് ഇതിലേക്ക് ഡേറ്റ്സ് അതിൻ്റെ നല്ല ഭാഗങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുവരെ ഞാൻ ഡേറ്റ്സ് അതൊക്കെയാണ് കേട്ടോ. ഡേറ്റ്സ് നാടൻ ഡേറ്റ്സ് ആട്ടോ, നല്ല മധുരമുള്ള നാടൻ ഡേറ്റ്സ് ആണ് ഇപ്പം നമ്മൾ കയ്യൊന്ന് നമ്മൾ ഇപ്പം ചെയ്തത്. അപ്പോൾ നമ്മളെ പരിപാടി കഴിഞ്ഞു, നമ്മളെല്ലാം സെറ്റാക്കിയിട്ടാ. ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ മിൽക്കൊക്കെ എടുത്ത് വെച്ചിട്ടിട്ട. കാരണം ആ പേരിൽ തന്നെ ഉണ്ട് മിൽക്ക് ഷേക്ക് എന്നല്ലേ, ചെരങ്ങ മിൽക്ക് ഷേക്ക്. അപ്പം മിൽക്ക് നമ്മളവിടെ കാണുന്ന മാതിരി അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കത് ജ്യൂസ് മാതിരി അടിച്ചെടുക്കണം. അതുകൊണ്ട് നമ്മൾ ഇത് മിക്സി ജാർ കഴുകി എടുത്തിട്ട് നമ്മൾ ആ കുതിർക്കാൻ വെച്ച ആ ഡേറ്റ്സ് നമ്മൾ മിക്സി ജാർക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ വെള്ളം കൂടി എടുക്കിട്ട് അടച്ച് വെച്ച് നന്നായി അരയ്ക്കാൻ മോനെ. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരിഞ്ഞ് നല്ല രസത്തിൽ നമുക്ക് ഭംഗിയായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ എന്താ ഡേറ്റ്സ്. നല്ല ഇപ്പം തന്നെ ഒരു ഡേറ്റ്സിനൊരു മണം മാതിരി തോന്നുന്നുണ്ട് കേട്ടോ. നല്ല മധുരം ഉണ്ടായിരിക്കും ഇത് കഴിച്ചാൽ. അപ്പോൾ ഞാൻ മുമ്പൊക്കെ കഴിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്തു കേട്ടോ. നമുക്ക് ചിരങ്ങ ചൂടാക്കി വെച്ചത് ഇത്ര നേരം വെയിറ്റ് ചെയ്ത് നമ്മളിരുന്നു. ഇനി നമുക്ക് ആ ചിരങ്ങ എല്ലാം കൂടി മിക്സി ജാർക്ക് കൊട്ടാം. അരക്ക് നമ്മൾ ഇട്ടു. ഡേറ്റ്സ് അരച്ചത് മാറ്റി വെച്ചിട്ടേക്ക് ചിരങ്ങ അരിക്കാണ്. നമ്മുടെ പാൽ ഇവിടെ ഇരിക്കേണ്ടത്. പാല് നമ്മളിപ്പോൾ യൂസ് ചെയ്തില്ല, നമുക്ക് ആവശ്യം വരും. അത് നമ്മളങ്ങനെ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ കുറച്ച് വെള്ളം പോലെ നല്ല രസത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ സംഭവം. ഇതാണ് നമ്മുടെ പാല്. ഇനി നമ്മുടെ സാധനം സെറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഗായ്സ്. സന്തോഷം. ഇനി ഏറ്റവും ഇത്തിരി പാൽ ഒഴിച്ചിട്ട് നമ്മൾ ചിരങ്ങയ്ക്കിട്ട് ഒഴിച്ചിട്ട് നന്നായി മിക്സി ജാറിലിട്ട് ഒന്നും കൂടി അരച്ചെടുത്തു. എന്നിട്ട് ഒരു പ്ലേറ്റ് കഴുകിയിട്ട് അത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പം നന്നായി നമുക്ക് കിട്ടിയിട്ടുണ്ട് സംഭവം. നമ്മൾ നേരത്തെ ഡേറ്റ്സ് അരിച്ചില്ലേ, അതിന് ആ ഡേറ്റ്സ് മാറ്റിയിട്ട് നമ്മുടെ ചിരങ്ങ അരച്ച് ഉള്ള മിക്സി ജാറില്ലേ, അതിൽ ചിരങ്ങയുടെ വെള്ളം കാണാൻ അരച്ചെടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ ഈ മിക്സി ജാറിൽ അരച്ച ഡേറ്റ്സ് നമുക്ക് ഇതിലേക്ക് പകർത്തി കൊടുക്കാം. ഇത്തിരി നമ്മൾ ചിരങ്ങ ഇതിലേക്ക് മാറ്റിയിട്ടാ. ഇത് പാലൊഴിച്ചതാണ്, അതിൽ ലേശം പാലൊഴിച്ചിട്ടുണ്ട്. നമുക്ക് അത് പകർത്തി കൊടുക്കാം. ഇനി നമുക്ക് നന്നായി അരച്ചുകൊടുക്കാം. അരഞ്ഞ് കിട്ടിയിട്ട് സംഭവം നമ്മളത്തെ നേരത്തെ പാലൊഴിച്ച് ചിരങ്ങ ഇട്ടതിൽ നമ്മുടെ നേരത്തെ ഡേറ്റ്സ് ഒഴിച്ച് ചിരങ്ങ ജ്യൂസ് ഇത്തിരി നമ്മൾ അതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് നമ്മൾ നേരത്തെ പകർത്തിയില്ലേ ഡേറ്റ്സ്, അത് നമ്മൾ മിക്സിയിലിട്ട് ഒന്നും കൂടി അടിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഇത്തിരി പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി മുടി അടിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ അതിലേക്ക് വീണ്ടും നമ്മൾ അത് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ തന്നെ ഇത് പകുതി എവിടെയോ വരെ എത്തിയിട്ട് നമ്മുടെ പാത്രത്തിന്റെ കണ്ട നല്ല കുടുകുടാന്ന് പതയൊക്കെ വന്നിരിക്കണം. കണ്ട ഞാൻ
നമ്മുടെ ഡേറ്റ്സിൻ്റെ അതില്ലേ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ചും കൂടി പാലൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാൻ അടുത്തോണ്ടിരിക്കണേ. നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കേ. അരഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും നമുക്ക്. ദേ നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. എന്നിട്ട് ദേ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം തന്നെ ഇത് നിറയാറായിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യമൊക്കെ വന്നിട്ട് ഇപ്പം നമ്മൾ കുറേ റൗണ്ടായി ചെയ്യണം. അങ്ങനെ ചെയ്യണം. ഇപ്പോൾ തീരാറായെന്ന് ഞാൻ വിചാരിക്കും. തീരാറായി ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഇനി എന്താ കാര്യങ്ങൾക്ക് നമുക്ക് കിടക്കാൻ വേണ്ടിപ്പാ. നല്ല പതാന്ന് ഇളകണം കണ്ടോ. എങ്ങനെയുണ്ടമ്മ? ഇത് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാ പറയുന്നത്. നമുക്ക് ഞാൻ കുടിച്ച് നോക്കാം. ചിലപ്പോൾ പറ്റും, ചിലപ്പോൾ പറ്റില്ല. അമ്മ കുടിച്ച് നോക്കിയിട്ട് അടിപൊളി എന്നാണ് പറഞ്ഞേ. അമ്മ സാധനം റെഡിയായോ? അമ്മയുടെ അടിപൊളി സാധനം റെഡിയായി. നമുക്ക് കുടിച്ച് നോക്കാട്ടാ. അമ്മ ഉണ്ടാക്കിയ അടിപൊളി സാമ്പാർ റെഡി. ഇനി നമുക്കിത് കുടിച്ച് നോക്കേ. അപ്പോൾ അമ്മ എനിക്കാണ് ഫസ്റ്റ് തരുന്നത്. അപ്പോൾ നമുക്ക് കുടിക്കണ കാണാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് കുടിച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റ്, പറഞ്ഞ അടിപൊളി ടേസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ബൈ ബൈ. ഇനി അടുത്ത വീഡിയോസ് നമ്മൾ ഇനി കണ്ടുമുട്ടും. ബൈ ബൈ.